കേരള വിധി എഴുതാൻ ഇനി 7 ദിവസം മാത്രമാണ്. സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാവുകയാണ്. LDF, UDF മുന്നണികളുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക കോഴിക്കോട് പുറത്തിറക്കുക. MV ഗോവിന്ദൻ, LDF കൺവീനർ, മുന്നണിയിലെ മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ ഈ മുന്നണി പത്രിക പുറത്തിറക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷേമ പെൻഷനുകൾ, ലൈഫ് മിഷൻ, K-ഫോൺ തുടങ്ങിയ പദ്ധതികളുടെ അടുത്തഘട്ട പ്രഖ്യാപനങ്ങൾ ഈ പത്രികയിൽ ഉണ്ടാകാനാണ് സാധ്യത. കൊച്ചിയിലാണ് UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, KC വേണുഗോപാൽ, VD സതീശൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിക്ക് പുറമെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഉണ്ടാവുക എന്നതാണ് ആകാംക്ഷ. ഡാൻ കുര്യൻ, MS അനീഷ് കുമാർ, ഒപ്പം ആജ്ഞ രവീന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇനി 7 ദിവസമാണ് പ്രകടന പത്രികകൾ LDFും UDFും എന്ന് പുറത്തിറക്കുന്നു. അതായത് ഇനി ഏതാണ്ട് ഒരാഴ്ച, ആ സമയം മാത്രമാണ് ബാക്കിയുള്ളൂ. ലാസ്റ്റ് ലാപ്പ് എന്ന് കൃത്യമായിട്ട് വിശേഷിപ്പിക്കാം. പൊതു ചിത്രം എന്താണ്? ഇതിനിടയിൽ ഒരുപാട് സർവേകളുടെ, ആദ്യഘട്ട സർവേകളുടെയൊക്കെ ഫലങ്ങൾ വരുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എങ്ങനെയാണ് ചലനം ഉണ്ടാക്കുന്നത്? കേരളം ആര് ഭരിക്കണമെന്ന് വിധി എഴുതാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സംസ്ഥാനത്തുടനീളം. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം 3 മുന്നണികളും തമ്മിൽ നടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്കറിയാം, BJP മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ വലിയ സ്വാധീനമായി മാറിയിരിക്കുന്ന, പല മണ്ഡലങ്ങളിലും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന തരത്തിൽ നിർണായകമായി സ്വാധീനമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അങ്ങനെ പ്രവചനത്തിന് അതീതമായി കാര്യങ്ങൾ മാറുന്ന തിരുവനന്തപുരത്തെ നേമവും വട്ടിയൂർക്കാവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലടക്കം വലിയ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പുരോഗമിക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി വീണ്ടും സംസ്ഥാനത്ത് വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ചെറിയൻകീഴിലും കൊല്ലത്തും വൈകുന്നേരം വട്ടിയൂർക്കാവിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമാകും. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തലസ്ഥാനത്തുണ്ട്. അടുത്ത ദിവസം പ്രധാനമന്ത്രി കിള്ളിപ്പാലത്ത് റോഡ് ഷോ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, നേമം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം റോഡ് ഷോ ആയി പങ്കെടുക്കുക. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ BJP പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തലസ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ട് സജ്ജമാകുന്നുണ്ട്. 4-ാം തീയതി വൈകുന്നേരമായിരിക്കും തലസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുക. ഇത്തരത്തിലുള്ള വലിയ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇടതുപക്ഷത്തിന്റെ താരപ്രചാരകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് പരമാവധി സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തി പ്രചാരണം ഏകോപിപ്പിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക UDFും LDFും ഔദ്യോഗികമായി പുറത്തിറക്കുന്നതോടെ ഇനി ആ പ്രകടന പത്രിക കേന്ദ്രീകരിച്ചുകൊണ്ടാകും ചർച്ച. നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ അടക്കം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ തലസ്ഥാനത്ത് വലിയ ജനാവലിയെ സാക്ഷിയാക്കിക്കൊണ്ട് നടത്തിയ പ്രഖ്യാപനങ്ങളോട് ഇടതുപക്ഷം ഉയർത്തിയ വിമർശനം. 600 രൂപയായിരുന്നപ്പോൾ അത് കൃത്യമായി കൊടുക്കാൻ കഴിയാതിരുന്നവർ എങ്ങനെ 3000 രൂപയുടെ ക്ഷേമ പെൻഷൻ നൽകുമെന്ന വലിയ ആക്ഷേപവും വിമർശനവുമൊക്കെ ഉന്നയിച്ചതാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അടക്കമുള്ള വലിയ ക്ഷേമ പദ്ധതികളാണ് കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വേറെ ഏതൊക്കെ ജനകീയ പദ്ധതികൾ ഈ മാനിഫെസ്റ്റോയിൽ, ഈ പ്രകടന പത്രികയിൽ ഇടം പിടിക്കും എന്നതാണ് അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ LDFന്റെ പ്രകടന പത്രികയും കൃത്യമായി ജനക്ഷേമ പദ്ധതികൾ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഉള്ളതാകും. ഇതിൽ ആ പ്രകടന പത്രികയിലെ വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള ഒരാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുക. അതായത് വിവാദങ്ങൾക്കാണോ വികസനത്തിനാണോ വോട്ടർമാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന കൃത്യമായ ഒരു സന്ദേശം വോട്ടർമാർക്കിടയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലാകും ഓരോ മുന്നണികളുടെയും പ്രചാരണം. അതിലെടുത്തു പറയേണ്ട കാര്യം, കോൺഗ്രസിന് വെല്ലുവിളിയായി മാറുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് ഒരു കാലതാമസമുണ്ടായി വീടുകൾ നിർമ്മിച്ചു നൽകാൻ എന്ന തരത്തിലുള്ള പ്രചാരണം CPM വയനാടിനപ്പുറത്തേക്ക് മറ്റെല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഏത് തരത്തിലുള്ള ഇടപെടലുകളാകും കോൺഗ്രസ് ക്യാമ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. പ്രധാനമന്ത്രി അടക്കം എത്തുന്നത് BJP ക്യാമ്പിലും വലിയ ആവേശം പകരുന്നുണ്ട്. അതായത് പുറത്തുവരുന്ന സർവേ റിപ്പോർട്ടുകൾ 1 മുതൽ 5 സീറ്റുകൾ വരെ തങ്ങൾക്ക് പ്രവചിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് നേമത്ത് അടക്കം അത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, MS അനീഷ് കുമാർ ചേരുന്നുണ്ട് ഇനി വിവരങ്ങൾ നൽകാൻ. LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത് കോഴിക്കോടാണ്. അനീഷ്, എപ്പോഴാണ് പരിപാടി ആരംഭിക്കുക? എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്?
എൽദോ, അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുൻപെങ്ങും ഇത് ഇല്ലാത്ത വിധം ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികകളാണ് ഓരോ മുന്നണിയും ഇപ്പോൾ കേരളത്തിൽ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, പണ്ട് തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നു ഇത്തരം ഫ്രീ ബീസ് അല്ലെങ്കിൽ സൗജന്യങ്ങൾ ജനങ്ങൾക്ക് നൽകി വോട്ട് ആകർഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ അത് മാറി കേരളത്തിലും കൈനിറയെ വോട്ടർമാർക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമം എല്ലാ മുന്നണികളും നടത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും നേരത്തെ തന്നെ കോൺഗ്രസ് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. പരമാവധി സൗജന്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിനുള്ള ഒരു നടപടിയാണ് തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി നേരിട്ടാണ് കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. അതിൽ സൗജന്യമായി KSRTC ബസ്സിൽ യാത്രയുണ്ട്, വിദ്യാർത്ഥികൾക്ക് പണം ലഭിക്കുന്ന പദ്ധതിയുണ്ട്, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഒപ്പം ആ രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ സൗജന്യങ്ങളുടെ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാവും. പെൻഷൻ തുക 3000 ആക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. BJPയും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ പറയുന്നു. പക്ഷേ ഒരു പടി കൂടി കടന്ന് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് 2 ഗ്യാസ് സിലിണ്ടർ ഒരു വർഷം നൽകും എന്നതുപോലും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. യൂട്ടിലിറ്റി കാർഡുകൾ, ഈ ആരോഗ്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന കാർഡുകൾ എല്ലാ മാസവും വീട്ടമ്മമാർക്ക് നൽകും എന്നതടക്കമുള്ള നേരിട്ട് ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചത്. മോണോ റെയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ, സംസ്ഥാനത്തെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ തുടങ്ങിയ പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഈ പദ്ധതികളുടെ ഒക്കെ ഒരു തുടർച്ചയാണെന്ന് ഇപ്പോൾ LDF എന്ത് പ്രഖ്യാപിക്കും എന്നതിൽ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. എന്തൊക്കെ സൗജന്യങ്ങളാണ് LDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക? സൗജന്യ യാത്ര അടക്കം ഓഫർ ചെയ്ത് വനിതാ വോട്ടർമാരുടെ വോട്ട് സമാഹരിക്കുന്നതിനുള്ള വലിയ നീക്കം UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനായി എന്ത് ഓഫറാണ് ഇത്തവണ LDF നൽകുക എന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം പെൻഷൻ തുക 3000ലേക്ക് നിജപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത്. അതിനേക്കാൾ ഒരു ഉയർന്ന തുക LDF നൽകുമോ അല്ലെങ്കിൽ അതിനുള്ള വാഗ്ദാനം നൽകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ തന്നെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചർച്ചാ വിഷയമായി മാറിയത് ഈ പെൻഷൻ തന്നെയായിരുന്നു. ഒരു കാലത്ത് UDF ഈ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തില്ല. മാസങ്ങളുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നാണ് LDF സർക്കാർ അല്ലെങ്കിൽ LDF നേതാക്കൾ ആരോപിച്ചിരുന്നത്. അതിനുശേഷം കൃത്യമായി ചില സമയങ്ങളിൽ LDFനും ഇത് സാമ്പത്തിക പ്രതിസന്ധി മൂലം വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല. അടിമാലിയിലെ മറിയക്കുട്ടിയൊക്കെ നമുക്ക് ഓർക്കുന്നുണ്ട്. അത്തരം ഒരു വിവാദത്തിലേക്ക് ഇറങ്ങുകയും എന്നാൽ പിന്നീട് ആ വിവാദം മറികടന്ന് ഇപ്പോൾ കൃത്യമായി വിതരണം ചെയ്യുകയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും 2 മാസത്തെ പെൻഷൻ തുക ആളുകളിലേക്ക് നേരിട്ടെത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്തു. അതുകൊണ്ട് പെൻഷൻ ഏറ്റവും വലിയ ആകർഷണമായി നിൽക്കുന്നു. പെൻഷൻ തുക ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുമോ? മറ്റെന്തൊക്കെ ആനുകൂല്യങ്ങളാണ്, മറ്റെന്തൊക്കെ വൻകിട പദ്ധതികളാണ് ജനങ്ങളിലേക്ക് എത്തുക എന്നതും ഉറ്റുനോക്കുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുടെ അടുത്ത ഘട്ടം അല്ലെങ്കിൽ ഏത് തരത്തിലാവും ഇനി പുനർനിർവചനം ഈ ലൈഫ് പദ്ധതി നടത്തുക? കെഫോൺ പോലെയുള്ള സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ എന്ത് മാറ്റങ്ങളാണ് ഇനി വരുത്താൻ പോകുക എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഇക്കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തതയാവും. നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ ഇനിയുള്ള ഒരാഴ്ചക്കാലം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഊന്നിയുള്ള തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെ പാലിക്കും? കഴിഞ്ഞ തവണ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിരുന്നു, കഴിഞ്ഞ തവണ വാഗ്ദാനങ്ങൾ നൽകിയത് ഇത്തവണ വീണ്ടും സ്ഥാനം പിടിക്കുന്നതടക്കമുള്ള തലനാരിഴ കീറിയുള്ള വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ നടത്തും. എന്തായാലും അല്പസമയത്തിനകം വോട്ടർമാർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന LDFന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങും. LDFന്റെ പ്രകടന പത്രിക പ്രകാശന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അനീഷ് കുമാർ പറയുന്നത്. എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് കാത്തിരിക്കാം. ഇനി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.